ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്ന സാരി ബ്ലൗസിൻ്റെ സ്ലീവ് ഡിസൈനിങ് ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ആൻറ്റി ഗോൾഡിൻ്റെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഗോൾഡൻ റൗണ്ട് ബീഡ് എടുത്തിട്ടുണ്ട്. സൈസ് നമ്പർ 3 ആണ്. പിന്നെ നമുക്ക് സിൽക്ക് ത്രെഡും ആണ് വേണ്ടത്. സാരിക്ക് മാച്ച് ചെയ്യുന്ന ഒരു സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഒരു സിക്സാക് ഷേപ്പിൽ ഫ്ലവേഴ്സും ഒക്കെ ലീഫും ഒക്കെ വരുന്ന ഒരു ഡിസൈനാണ്. ബോർഡറിലാണ് സ്ലീവിൻ്റെ ഡിസൈൻ വരുന്നത്. അത് ഞാൻ കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫ്ലവറിൻ്റെ പോർഷനിലാണ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നീഡിൽ ഞാൻ ഇതുപോലെ എടുക്കുകയാണ്. എന്നിട്ട് ഒരു റൗണ്ട് ബീഡ് ആദ്യം സെൻറ്ററിലോട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഇതുപോലെ നീഡിൽ എടുത്ത ശേഷം അതിലേക്ക് നമുക്കൊരു 6 റൗണ്ട് ബീഡ് തന്നെ ഒരുമിച്ചെടുത്തിട്ട് ഈ ഒരു ബീഡിൻ്റെ ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് ഈ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ കടത്തിയിട്ട് വലിച്ചു കൊടുക്കുകയാണ്. വലിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ ബീഡിന് ചുറ്റുമായിട്ട് ഇപ്പം ബീഡ് വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്കെല്ലാം ലോക്ക് സ്റ്റിച്ച് ചെയ്ത് അത് നമുക്കൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഓരോ ബീഡിൻ്റെ ഇടയ്ക്ക് വേണം നമ്മൾ ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ സ്റ്റെമ്മും ലീഫുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇവിടുന്ന് എടുക്കുവാണ്. എടുത്തിട്ട് ഒരു കട്ട് ബീഡ് എടുത്ത ശേഷം ബാക്കിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ബോർഡറിലൂടെ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ നമ്മൾ ഈ വർക്കെല്ലാം ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന സിൽക്ക് ത്രെഡ് 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് മടക്കി 12 സ്ട്രാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഈ ലീഫ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നീഡിൽ ഇവിടുന്ന് എടുക്കുവാണ്. എടുത്തിട്ട് നീഡിലേക്ക് നമുക്ക് 2 തവണ ഒന്ന് ചുറ്റിയ ശേഷം ആ ലീഫിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ നീഡിൽ താഴ്ത്തി കൊടുക്കുകയാണ്. അപ്പോൾ ലോങ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ലീഫ് ഫില്ല് ചെയ്യാനായിട്ടാണ് നമ്മളിങ്ങനെ ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്ലോത്തിന് മാച്ച് ചെയ്യുന്ന അതേ കളറിലുള്ള ത്രെഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതാവുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററാണ്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.